ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. വാത്സല്യ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തലന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വിശ്വാസം വളരെ ചെറിയ ഒരു വിശ്വാസം ആകണമെന്നല്ല കർത്താവ് ഉദ്ദേശിച്ചു. കടുകുമണിയുടെ പ്രത്യേകത നാം പരിശോധിച്ചാൽ, കടുകുമണി ഒന്ന് പൊട്ടിച്ചു നോക്കിയാൽ അതിനകത്തൊരു അല്പം പോലും സ്ഥലമില്ലാതെ തിങ്ങി നിറഞ്ഞ അനുഭവമാണ് കടുകുമണിക്കുള്ളത്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, നമുക്കുണ്ടാകേണ്ടുന്ന വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ വിശ്വാസം പൂർണ്ണ നിലയിൽ ഉറപ്പുള്ളതും നിറഞ്ഞതുമായിരിക്കണമെന്നാണ്. അങ്ങനെ പൂർണ്ണ വിശ്വാസമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് മാറിപ്പോക എന്ന് കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായിത്തീരും എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനത്തെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ഈ കടുകുമണി പോലെയുള്ളതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവങ്ങളോട്, നിങ്ങളെ ഞെക്കിപ്പിഴിയുന്ന സാഹചര്യങ്ങളോട് ചങ്കൂറ്റത്തോടെ വിരൽ ചൂണ്ടി പറയണം, എൻ്റെ കർത്താവിന് നിങ്ങളുടെ മേൽ ജയം ആഘോഷിക്കാൻ കഴിയും. ഹേ പ്രതികൂലമേ, നിന്നെ പരാജയപ്പെടുത്തുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. ഹേ പ്രതിസന്ധിയെ, നിന്നെ കാൽവറിയിൽ പരാജയപ്പെടുത്തിയവനാണ് എൻ്റെ കർത്താവ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ നിനക്ക് കഴിയുന്നെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരുന്നത്. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അനുദിനവും വർദ്ധിച്ചു വരുവാനിടയായിത്തീരട്ടെ. അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. ഒരു ആർട്ടിഫിഷ്യൽ വിശ്വാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ എൻ്റെ കർത്താവിന് കഴിയാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കാൻ നീ തയ്യാറാകുമോ? എന്നാൽ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാലും അത് മാറിപ്പോകുവാനിടയായിത്തീരും. കാട്ടത്തിയോട് വേരോടെ പിഴുത് കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാലും അവ അങ്ങനെ തന്നെ പോകുവാനിടയായിത്തീരും. പക്ഷേ നിന്റെ വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം. നിന്റെ വിശ്വാസം യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസമാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന് നമ്മിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും. നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും. നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് അനുകൂലമാക്കുവാൻ കഴിയും. നമ്മുടെ കഷ്ടതകളെ നമുക്ക് അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ ശ്രോതാവേ, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും, നിങ്ങളുടെ ആവശ്യഭാരത്തിൻ്റെ മധ്യത്തിലും, നിന്നെ അലട്ടുന്ന ചിന്തകളുടെ മധ്യത്തിലും യേശുക്രിസ്തുവിലുള്ള അടങ്ങാത്ത വിശ്വാസവും
വിശ്വാസവും യേശു ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും നിന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഈ പ്രഭാതത്തിൽ കടുകുമണിയോളം വിശ്വാസമുള്ളവരായി വളരാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ആത്മാർത്ഥമായും അവിടുന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനത്തിൻ്റെ ശ്രോതാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ പിടിച്ചുകുലുക്കുന്ന പ്രതികൂലങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ മുൻപിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന ആവശ്യഭാരങ്ങൾ, ഇതിനെയെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. കർത്താവ് പുതുവഴികളെ തുറക്കണമേ. കർത്താവ് ചില വാതിലുകളെ അവർക്ക് വേണ്ടി തുറക്കണമേ. കർത്താവേ, ചില ഹൃദയങ്ങളെ ദൈവം ഈ ജനത്തിനു വേണ്ടി ഒരുക്കണമേ. കർത്താവേ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ചിലരെ ദൈവം ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അടയപ്പെട്ട നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മയുടെ വാതിൽ തുറന്നു വരട്ടെ. കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവപ്രവൃത്തിയോട് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.